ഈ ഒരു സംഭവമൊക്കെ കാണുമ്പോഴേ UDF സർക്കാരിനോട് ഒരുപാട് ബഹുമാനം തോന്നുന്നത്. കാരണം പോലീസുകാർ വരെ ജനങ്ങളെ ബഹുമാനിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ വരെ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അപ്പൊ പോലീസിനൊക്കെ വിളിച്ച് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ആദ്യം പേടിയായിരുന്നു, കാരണം വന്നു കഴിഞ്ഞാൽ വാദി പ്രതിയാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല. ഇപ്പൊ പോലീസുകാർ ശരിക്കും ആ പ്രതിനെ തന്നെ പിടിക്കും. പിടിച്ചു കൊടുത്ത ആളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഒന്നാണ് എണീച്ചിട്ടൊക്കെയാണ് കൊണ്ടുനടക്കുന്നത്. അതാണ് വേണ്ടത്. അതുകൊണ്ട് ജനങ്ങൾ ഇപ്പൊ പോലീസുകാരെ കൂടാണ്. ജനങ്ങൾ ഇപ്പൊ പോലീസുകാർക്ക് എന്തൊരു ബഹുമാനമാണ് കൊടുക്കുന്നത്? ആദ്യം ബഹുമാനം കൊടുത്തിരുന്നോ? ഇല്ല. അതേമാതിരി പോലീസുകാർ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു. കാരണം പേടിയായിരുന്നു. ബഹുമാനം കൊടുത്തിട്ടാണെങ്കിൽ നമ്മളെ പണി പോകുന്നില്ല. ഇപ്പം തലപ്പത്തിരിക്കണോടെ പുലിയാണ് പുലി. രമേശ് ചെന്നിത്തല സാർ ഈ തൂഫാൻ പരിപാടി കൊണ്ടുവന്നുകൊണ്ട് എത്ര ലഹരി വിൽക്കുന്ന ആളുകളെയും അത് അടിക്കുന്ന ആളുകളെ അത് പിന്നെ വാങ്ങുന്ന ആളുകളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇത്രയൊക്കെ തൂഫാൻ പരിപാടി നടന്നിട്ടും ഇപ്പോഴും കണ്ടില്ല തന്റെ അടുത്തോട് കൂടിയ ഈ ഇവളും വരൊക്കെ അങ്ങോട്ട് വിൽക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചോളൂ, നാട്ടുകാർ പിടിച്ചുകൊണ്ട് നാളെ പൊട്ടിക്കണ്ടേ? പൊട്ടിച്ചാലും എന്താണ് ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ പിടിച്ചു കൊടുത്താലും പിടിച്ചു കൊടുത്തവൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അത് ഗവൺമെന്റിന്റെ പവറാണ്. ഇതുപോലുള്ള സർക്കാരാണ് നമ്മളെ ആവശ്യം, നമ്മുടെ നാടിനാവശ്യം. ഇവിടെ ജാതി മതം, ഞാനൊരു UDF കാരനല്ല, പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴല്ലോ നമ്മൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്തില്ല പിന്നെ എന്തിനാ സപ്പോർട്ട് ചെയ്യാം? നാളെ നമ്മളെ മക്കള് ഇതിലേക്ക് പോവാതിരിക്കണമെങ്കിൽ ഇത് മുഴുവൻ തൂഫാനാക്കണം. അപ്പൊ ഈ കാര്യത്തിൽ ഫുൾ സപ്പോർട്ട് തന്നെയാണ്, സമ്മതിച്ചു. ഏതായാലും ഈ ഒരു സർക്കാർ ഇതുപോലുള്ള നല്ല പ്രവൃത്തികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ 5 10 15 കൊല്ലം തുടർഭരണമായിട്ട് തന്നെ നടക്കും. പിന്നെ കുറയ്ക്കുന്ന ഒരു ബാക്ക് കിടന്നുകൊണ്ട് കുറച്ചുകൊണ്ടിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നേ. ഏതായാലും പൊളിച്ചുകണി തൂഫാൻ പരിപാടി.